ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം വീട്ടിൽ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കിന്ന് പുറത്ത് പോകാനൊരു അവസരം കിട്ടി. ഞാനും ഉമ്മി ആലപ്പുഴ വരെ പോവാണ്. എനിക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കണം കോളേജിൽ നിന്ന്, അതുപോലെ തന്നെ എനിക്ക് പി ജിക്ക് അഡ്മിഷനും എടുക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആലപ്പുഴയിൽ പോകുന്നത്. ബസ്സിൽ കയറിയ ഉടനെ എനിക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ ഉമ്മ ഏത്തക്ക ഞാൻ കഴിക്കുന്നുണ്ട്. ഉമ്മ പറയും ആരും കാണാതെ കഴിക്കുക, നാണക്കേടാണെന്ന്. പക്ഷേ വിശപ്പ് വന്നാൽ നിങ്ങളല്ലാതാകും. അത് കഴിഞ്ഞ് നമ്മൾ ചേർത്തല സ്റ്റാൻഡിലെത്തി. അപ്പോൾ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മസാല ദോശ കഴിക്കാമെന്ന് ഉമ്മി പറഞ്ഞു. മസാല ദോശ ഞങ്ങൾ നെയ് റോസ്റ്റാണ് കഴിച്ചത്. ഒരു വടയൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചമ്മന്തി ഫുള്ള് ഞാൻ തീർത്ത് ഗൈസ്. പ്രത്യേകിച്ച് ഈ രാവിലെ നെയ് റോസ്റ്റ് മസാല ദോശയൊക്കെ കഴിക്കുന്ന പ്രത്യേക ഒരു ഫീലാണ്. അതുകൂടെ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ചമ്മന്തിയെല്ലാം കൂട്ടി കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഫുഡ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ അടച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ നമ്മൾ പേട അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ കോളേജിലോട്ട് പോകും. അവിടുന്ന് നമ്മൾ ചേർത്തല മെയിൻ ഏരിയ ആണിത്, ചേർത്തല ടൗൺ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 10 മിനിറ്റേ ഉള്ളൂ ഓട്ടോക്കകത്താണെങ്കിൽ നമ്മൾ കോളേജിലോട്ട്. നമ്മളെപ്പോഴും ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ ഓട്ടോക്കത്ത് അല്ലെങ്കിൽ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, നമ്മൾ ഓട്ടോക്കത്താണ് പോയത്. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വേണം. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ പി ജിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജ്. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ കോളേജിലില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ കോളേജിൽ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ നമ്മളവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്പം ഞാൻ തിരിച്ച് വരുമെന്ന് വിചാരിച്ചില്ല. ഈ ഇടയ്ക്ക് ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് 1 മാസം പോലും ആയില്ല. അതിന് മുമ്പ് അടുത്ത ട്രിപ്പാണ് കോളേജിലോട്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് ഇനി ഒരു വട്ടം കൂടെ എന്തായാലും വരേണ്ടി വരും. അപ്പോൾ നമ്മൾ ATM ഒക്കെ വൃത്തിയാക്കി ഇട്ടേക്കുന്നത്. സാധാരണ ഞങ്ങളുള്ള സമയത്ത് ATM വർക്ക് ചെയ്യത്തില്ലായിരുന്നു. കോളേജിൽ പ്രത്യേകിച്ച് ആരുമില്ല, കാരണം ക്ലാസ് ടൈമാണ്. നമ്മൾ പോയത് വീക്കെൻഡ് അല്ല. അപ്പോൾ എല്ലാവരും പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റബിളാണ് അറിയുന്നത്. നമുക്ക് കിട്ടത്തില്ല. സാറ്റർഡേ മാത്രമേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ PG എടുക്കുന്ന കോളേജ് പറയാമെന്ന് വെച്ചു. കാരണം നമ്മൾ അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, അഡ്മിഷൻ എടുത്തേ പറ്റത്തുള്ളൂ. സോ നമ്മൾ അവിടുത്തെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അഡ്മിഷൻ കഴിഞ്ഞിട്ട് കൊണ്ട് തന്നാൽ മതിയെന്ന്. ഞാൻ അതിൻ്റെ അകത്തുള്ളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അഡ്മിഷൻ പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞ് മെയിൻ പാർട്ടാണ് ഫുഡടി. അപ്പോൾ മന്തി കഴിക്കാമെന്ന് വെച്ച് നമ്മൾ പുറത്തൊക്കെ വന്നതല്ലേ. അങ്ങനെ പച്ചില എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി. വേറെ കുറേ എടുത്ത് പോയായിരുന്നു. എന്തോ മെയിൻ്റെനൻസ് വർക്കൊക്കെ ആയിട്ട് നമ്മൾ അതൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് നമ്മളിവിടെ KSRTC സ്റ്റാൻഡ് തൊട്ട് അടുത്തുള്ളതാണ്. അവിടെ കയറി. പക്ഷേ നല്ല മന്തിയായിരുന്നു. നമ്മൾ പെരിഫെരി അൽഫാം മന്തിയാണ് കഴിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ ബസ് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര മഴ. സ്റ്റാൻഡിൽ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു പെപ്സി മേടിച്ച് കൊല്ലം ബസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ്സൊക്കെ കിട്ടി. നമ്മൾ വേഗം കയറി. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കായംകുളമൊക്കെ എത്തിയപ്പോഴത്തേക്ക് മഴയൊക്കെ അത്യാവശ്യം തോന്നുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഒറ്റ സ്ട്രെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ട് നല്ല വയ്യായിക ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളൊക്കെ ഇരുന്ന്. അപ്പോൾ നമ്മൾ കൊല്ലം സ്റ്റാൻഡിൽ ഇറങ്ങും. അവിടെ നിന്ന് നമ്മൾ അടുത്ത ബസ് വരെ നമ്മളെ വീട്ടിലെത്തും. വാപ്പിയെടുത്ത് വിളിക്കാൻ വരട്ടെന്ന് പറഞ്ഞു. കൊല്ലത്തെത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വ്ളോഗ് ഇന്നത്തെ. ബൈ.